ആ കിലോ കണക്കിന് ഓരോന്നെടുത്ത് ബട്ടീൻ്റെ അകത്താക്കിയിട്ട് തലയിൽ വെച്ചിട്ട് ഓരോന്ന് ഇങ്ങനെ തൊട്ടുള്ള വീടുകളിൽ അങ്ങോളം മോര് തേൻ്റെ അകത്താക്കിയിട്ട് ഒരു ഗ്ലാസ് കൊടുക്കും, മോര് വളർന്നു കൊടുക്കും. എന്നിട്ട് അത് നമ്മൾ ഞാൻ പണിയെടുക്കുന്ന സ്ഥലത്ത് എത്തുമ്പോഴേക്കും എൻ്റെ പച്ചക്കറിയും തീരും മോരും തീരും. അങ്ങനെ വിറ്റിട്ട് ഞാൻ അങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് മോനെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഞാൻ ജീവിച്ചിന്. അതുകൊണ്ട് ഞാൻ ഒരാളെയും തോപ്പിക്കണമെന്നോ കക്കണമെന്നോ അങ്ങനെയുള്ള വിചാരം എനിക്കില്ല. അന്തസ്സരിച്ച് ജീവിക്കണമെന്നുള്ള വിചാരം മാത്രമേ. അതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഒരു മനസ്സന്തോഷത്തിന് പ്രായമായി ഇനിയും കൂടി ഒരു മനസ്സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനില്ല ഈ യൂട്യൂബിലേക്ക് വരാൻ തന്നെ കാരണം. ആ സമയത്തെല്ലാം ഞാൻ യൂട്യൂബിൽ തന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ കോടീശ്വരമായിരുന്നു. എന്താ വെച്ചാൽ അന്നേരം ഇഷ്ടംപോലെ എനിക്ക് ഇട്ട് കൊടുക്കാനുണ്ട്, കൃഷിയായാലും എന്തെന്നായാലും കാണിച്ചു കൊടുക്കാനുണ്ട്. അന്നേരം എല്ലാവരും അതിശപ്പെട്ടിട്ട് കാണും. ഇപ്പം ഞാൻ ഒരു കല്ല് കൊത്തുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെല്ലാവരും കണ്ട എല്ലാവരും അതിന് എത്ര മില്ലിന് മേടിക്കും അവരടിക്കും, അത്രയും വലിയ റബ്ബർ ടാപ്പിങ് ചെയ്തത് അല്ലെങ്കിൽ മറ്റുള്ളത് ഇതെല്ലാം ഇങ്ങനെയുള്ളതെല്ലാം കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേനീച്ച പെട്ടി വരെ ഉണ്ടായിരുന്നു. തേനീച്ച വരെ ഞാൻ എടുക്കലുണ്ട്, കൊടുക്കലുണ്ട്. 10-20 കുപ്പി തേൻ ഒന്നോ രണ്ടോ പെട്ടീൻ്റെ അകത്ത് എനിക്ക് കിട്ടും. കിട്ടിയിട്ട് ഞാൻ 4 പെട്ടിയാണ് ഉള്ളതിന്. അതുവരെ എല്ലാം ഞാൻ അങ്ങനെ എല്ലാം ഞാൻ നോക്കി. ഇന്നും ഇനി ഒരു പെട്ടിയാടി ഉണ്ടായി ഈച്ച ഉണ്ട് ഇതിനിടക്ക് പാറിപ്പോയോന്ന് പറയുമെങ്കിൽ എനിക്കിപ്പോൾ അങ്ങനെ പോകാൻ കഴിയില്ലല്ലോ, നോക്കാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെയുള്ള അവസ്ഥയാണ് എൻ്റെ എല്ലാം കാര്യം. ശരിക്കും അങ്ങനെ കോഴി 10-50 മുട്ട കൊടുക്കും ഒരു ദിവസം. മത്സ്യത്തിനെ പോയിട്ട് പക്ഷേ മത്സ്യം മാത്രം കച്ചവടം ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി. അതാണ് ആ കുളവും എല്ലാം കുളവും മിറ്റം തേച്ചും പറമ്പ് തേച്ചും എടുപ്പ് പോലെ ആയിട്ട് ഞാൻ അത് ഒഴിവാക്കുമായിരുന്നു. വൈശാഖ രജി എന്ന് പറയുന്നത് ഗ്രാൻഡ് ഓവർ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഓവർ എന്ന് പറയുന്നുണ്ട്. സേവിഡ് അമ്മയെ ഭക്ഷണം കഴിച്ചു മോനെ കഴിച്ചു. ചെഗു, ശിവചേച്ചി, ഫസലു ബ്രോ, കുവി എന്ന് പറയുന്നുണ്ട്. ഷോർട്ട് വേൾഡ് അമ്മ യൂട്യൂബിന് പൈസ കിട്ടാൻ തുടങ്ങിയെന്നുണ്ട്. ഒരു പ്രാവശ്യം കിട്ടി എനിക്ക്, ഒരു പ്രാവശ്യം കിട്ടി. പിന്നെ മാർച്ചിൽ കിട്ടിയതാണ്. പിന്നെ എനിക്ക് 2-3 മാസമായി വീഡിയോസൊന്നും നല്ല വീഡിയോസെല്ലാം എടുത്തിട്ടെങ്കിലേ ആൾക്കാർ കാണും. ഇപ്പം തീരെ കാണുന്നില്ല ആൾക്കാർ. ലോങ് വീഡിയോ ഇട്ടാൽ തീരെ കാണില്ല. ഷോർട്ടിന് പിന്നെയും കുറച്ച് ആൾക്കാർ കാണും. ഷോർട്ടാകുമ്പോൾ കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലോങ് വീഡിയോ കാണാൻ ആളില്ല. അതിൻ്റെ ഒപ്പം എനിക്ക് ബുദ്ധിമുട്ടായത്. ഇല്ലെങ്കിൽ വിഷമില്ലേ. അനുശ്രീ, അഞ്ജുഷ TS ഹായ് അമ്മൂമ്മ സീനാൻ. ഞാൻ പറഞ്ഞത് ഒരു സിനിമക്കുള്ള ഗ്രൂപ്പ് ഉണ്ടെന്ന്. അതെ, ഞാൻ മുമ്പേ വിചാരിച്ചിന് കഥ എഴുതി വെക്കണം, എന്നിട്ട് ഒരു സിനിമക്ക് കൊടുക്കണം, എന്നാൽ കുറച്ച് പൈസ കിട്ടിയിട്ടെങ്കിൽ അങ്ങനെയെല്ലാം ജീവിക്കുക. അതെല്ലാം ഞാൻ മനസ്സിൽ കണ്ടതാണ്. ശരിക്കും ഒരു കഥ പോലെ എഴുതിയിട്ട് മൊത്തം കുറേ എഴുതിയിനി. ഞാൻ എന്നിട്ട് എഴുതിയിട്ട് പിന്നെ ഇവിടെ നമ്മളെ മലപ്പുറം പഞ്ചായത്തിലുള്ള അവർ ഒരാൾ എടുത്തു കൊണ്ടുപോയി. ഇതുവരെ ഞാൻ ചോദിച്ചിട്ട് കിട്ടിയില്ല. അതിൽ കുറേ എന്തെങ്കിലും എടുത്തിട്ട് കുറേശ്ശെ പറയാമെന്ന് വെച്ചിട്ട് ഞാൻ എന്നിട്ട് കുറേ എഴുതി വെച്ചു എൻ്റെ ജീവിത കഥ. എന്നിട്ട് അത് എടുക്കണം എന്ന് വെച്ചാൽ അവർ കൊണ്ടുപോയി തന്നിട്ടില്ല. അങ്ങനെയാന്ന്, ഇല്ലെങ്കിൽ അത് ഉണ്ടാവുമായിരുന്നു. പ്രജിത വിജയ് ഞാൻ വിചാരിച്ചു വല്ല സിനിമാ നടന്മാർക്കായിരിക്കും അയച്ചു കൊടുക്കുക, ഈ കഥ ചുരുക്കിയിട്ട് അവർ വൃത്തിയാക്കി എഴുതിക്കൊട്ട് കഥ എഴുതിയിട്ട് നേരിച്ചിട്ട്. പക്ഷേ പിന്നെ അത് ആ കഥയെ പോയി കാണുന്നില്ല. പ്രജിത വിജി എൻ്റെ ആത്മകഥ എഴുതിയിട്ട് വെച്ചിനായിരുന്നു. സെഡ് ഹായ് കിച്ചു, ഇന്ന് എൻ്റെ പിറന്നാളാണെന്ന്. എന്ത് കിച്ചുവിൻ്റെ പിറന്നാളാണ്? കിച്ചു മോനെ ഹാപ്പി ബർത്ത്ഡേ മോനെ, ഹാപ്പി ബർത്ത്ഡേ മോനെ. ഫുഡ് കഴിച്ചോ? മുത്തശ്ശിയെ ചോദിക്കണം. ഫുഡ് കഴിച്ചു. കിം നിഖിത ഗിരീഷ്. കിമ്മിൻ്റെ പേരെന്താ? കിമ്മിൻ്റെ പേരെന്നാ? ഒന്നും പറഞ്ഞില്ലല്ലോ. ജീവൻ ബിനോയ് ഇസാക്ക് ഹായ് അമ്മച്ചി എന്നുണ്ട്. സവാദ് എല്ലാവരും അമ്മക്ക് ലൈക്ക് അടിക്കൂ ഫ്രണ്ട്സ് എന്ന് പറയുന്നുണ്ട്. മിസ്ബു ഫാമിലി ഹായ് അമ്മമ്മ എന്ന് പറയുന്നുണ്ട്. അനീഷ് വി എസ് ഹായ് അമ്മമ്മ എന്ന് പറയുന്നുണ്ട്. ഫാത്തിമ സന വന്നു കത്തി ചെയ്യുമ്പോഴുണ്ട് മനു വന്നതിൻ്റെ അപ്പല്ലേ നീ എടുത്തുകൊണ്ടല്ലേ? ഒക്കെ എവിടെയല്ലേ നീയല്ലേ വെച്ചിനത് കത്തി? ഇല്ല ഇന്നും വന്നിട്ടില്ല. അവൻ പറിച്ചിട്ടില്ലല്ലോ, നീ പറിച്ചില്ലേ? അത് തന്നെയല്ലേ. കമല മച്ചാൻ, ഉണ്ണി ചേച്ചി സുഖമാണെന്ന് ചോദിക്കുന്നുണ്ട്. അരവിന്ദ് രാജ് ദൈവമേ അമ്മമ്മ വേറെ ലൈവ് ഇടാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അമ്മമ്മ വരെ ലൈവ് ഇടാൻ തുടങ്ങി. സുരാജ് ബി സൗരവ് എന്ന് പറയുമോ ചോദിക്കട്ടെ. സൗരവ് മോനെ ഹായ് എന്ന് പറയുന്നുണ്ട്. ഹുഡിയോ മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്. ഹുഡി കുടിച്ചു എന്ന് പറയുന്നുണ്ട്. മാസ് ഹായ് എന്ന് പറയുന്നുണ്ട്. സൈനുദ്ദീൻ TVR ഹലോ എന്ന് പറയുന്നുണ്ട്. ജിത്തൂസ് ഹായ് ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. ഫാത്തിമ സനഹ ഹായ് എന്ന് പറയുന്നുണ്ട്. ജീവൻ ബിജോയ് ഇസാക്ക് ഹായ് അമ്മച്ചി എന്ന് പറയുന്നുണ്ട്. സൗരവ് ഹായ് എന്ന് പറയുന്നുണ്ട്. ബെൻ ആൻഡ് ബായ് ഹോട്ട് വീൽസ് കളക്ഷൻ അഹുത്താൻ പോയി എന്ന് പറയുന്നുണ്ട്. തനാൻ പോയി എന്ന് പറയുന്നുണ്ട്. അഞ്ജലി മുത്തശ്ശി സുഖാണോ ചോദിക്കുന്നുണ്ട്. റാഷിക്ക് പി അമ്മച്ചി നമസ്കാരം എന്ന് പറയുന്നുണ്ട്. മുഹമ്മദ് സിനാൻ എന്ന് പറയുന്നുണ്ട്.